ഇന്നത്തെ വീഡിയോയിൽ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തയ്ക്ക കറിയുടെ റെസിപ്പിയാണ്. ഞാനിവിടെ ഏകദേശം 1 കിലോയോളം ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഏത്തയ്ക്ക കറി വെക്കാനായിട്ട് നന്നായിട്ട് മൂത്ത ഏത്തയ്ക്ക എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ തൊലി മുഴുവനായിട്ടും കളയുന്നുണ്ട്. ഇതിൻ്റെ തൊലി മുഴുവനായിട്ടും കളയാതെയും കറി വെക്കാവുന്നതാണ്. ഏത്തയ്ക്കയുടെ തൊലി കളഞ്ഞ ശേഷം ഉപ്പിട്ട വെള്ളത്തിലേക്ക് ഇടുവാണെങ്കിൽ പിന്നെ അതിന് കറയുണ്ടാകില്ല. കറി വെക്കാനായിട്ട് പിഞ്ച് ഏത്തയ്ക്കയും എടുക്കരുത്, പുളിയുള്ള ഏത്തയ്ക്കയും എടുക്കരുത്. അങ്ങനെ എടുക്കുവാണെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകില്ല. ഏത്തയ്ക്കയെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ അരമുറി കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഏത്തക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയെല്ലാം ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അരപ്പ് ചേർത്ത ശേഷം ഒരു 3-4 മിനിറ്റും കൂടി ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഏത്തയ്ക്ക കുറച്ചും കൂടി നന്നായിട്ട് വെന്ത് ചാറെല്ലാം കുറുകി വരും. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനുള്ള വറവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് കറിവേപ്പിലയും ചുമന്നുള്ളിയും വറ്റൽമുളകും നന്നായി മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏത്തയ്ക്ക നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. വറവിട്ട് കൊടുത്ത ശേഷം കുറച്ച് നേരം കറി ഒന്ന് മൂടി വെച്ചിട്ട് ഇളക്കിയെടുക്കാം. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തയ്ക്ക കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഒരു തവണ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.